ആദ്യമായി ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോവുകയാണോ? നിങ്ങൾക്കൊരു ഫിനാൻഷ്യൽ ഡിഫിക്കൽറ്റി ഉള്ള സമയത്ത് ക്രെഡിറ്റ് കാർഡ് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ ശരിയായ രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വലിയൊരു ഡേഞ്ചറാണ്. ഹായ്, ദിസ് ഈസ് അഖിൽ ഫ്രം എൻഡർഫിൻ അക്കാദമി. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായി ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ പോകുന്നവർ മസ്റ്റായി അറിഞ്ഞിരിക്കേണ്ട 7 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്പർ 1, ചെക്ക് ദ ഫീസ്, ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് ബെനിഫിറ്റ്സ്. ഓരോ ക്രെഡിറ്റ് കാർഡിലും ഫീസ്, ഇൻട്രസ്റ്റ് റേറ്റ്, ബെനിഫിറ്റ്സ് എന്നിവയിൽ വ്യത്യാസമുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും നല്ലത് കുറഞ്ഞ ഫീസും ഇൻട്രസ്റ്റ് റേറ്റും നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ചേർന്ന ബെനിഫിറ്റ്സുകളും തരുന്ന ഒരു ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതാണ്. എല്ലാ ഓപ്ഷൻസും കമ്പയർ ചെയ്ത ശേഷം നിങ്ങളുടെ ആവശ്യങ്ങളുമായി മാച്ച് ആവുന്ന ഒരു കാർഡ് എടുക്കുക. നമ്പർ 2, റിസ്ക് ഓഫ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ക്രെഡിറ്റ് കാർഡുകൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നറിയോ? വളരെ സിമ്പിളാണത്. ക്രെഡിറ്റ് കാർഡ് വെച്ച് നിങ്ങൾക്ക് ചെലവഴിക്കുന്ന പണം ക്രെഡിറ്റ് കാർഡ് കമ്പനി നിങ്ങൾക്ക് കടമായിട്ട് തരും. എന്നാൽ ഒരു കാലാവധി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു എക്സ്പെൻഡിച്ചർ ലിമിറ്റിന് ശേഷം നിങ്ങൾ കടം വാങ്ങിയ പണം ഒരു സ്പെസിഫിക് ഡേറ്റിന് മുമ്പായി തിരിച്ചടയ്ക്കണം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഡിലേ വരുത്തിയതിന് നിങ്ങൾ ഉയർന്ന ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കേണ്ടി വരും. നമ്പർ 3, സ്റ്റിക്ക് ടു എ സിംഗിൾ ക്രെഡിറ്റ് കാർഡ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ പലതരം കാർഡുകളിൽ നിന്നും ഒരുപാട് ഓഫറുകൾ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ വരുന്ന ഓരോ ഓഫേഴ്സിനും ചാടിക്കയറി സൈനപ്പ് ചെയ്യരുത്. ആദ്യമായി ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ഒരൊറ്റ കാർഡിന് മാത്രം ഓപ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ഒത്ത ഫീച്ചേഴ്സ് ഉള്ള ഒരു കാർഡ് തിരഞ്ഞെടുക്കാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാം. നിങ്ങൾ എടുക്കുന്ന കാർഡുകളുടെ എണ്ണം കൂടുന്തോറും നിങ്ങളുടെ കടം കൂടാനുള്ള സാധ്യതയും അതിനനുസരിച്ച് കൂടും. നമ്പർ 4, ഓപ്റ്റ് ഫോർ ലോ ക്രെഡിറ്റ് ലിമിറ്റ്. ക്രെഡിറ്റ് കാർഡ് ഉള്ളത് കൊണ്ട് ഒരു വലിയ എമൗണ്ട് ചിലവാക്കാൻ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, ചിലവഴിക്കുന്ന എമൗണ്ട് എത്രത്തോളം വലുതാണോ അത്ര തന്നെ വലുതായിരിക്കും നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട എമൗണ്ടും. ഇത് നിങ്ങൾക്ക് താങ്ങാൻ പറ്റിയില്ലെന്നും വരാം. ഈ പ്രശ്നത്തിന് ഏറ്റവും നല്ല സൊല്യൂഷനാണ് ക്രെഡിറ്റ് ലിമിറ്റ്. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എത്രയാണോ അതിനനുസരിച്ച് ചിലവാക്കാൻ പറ്റുന്ന തുക കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് പണം അനാവശ്യമായി ചിലവാക്കാനുള്ള ശീലം ഒഴിവാക്കാൻ സഹായിക്കും. നമ്പർ 5, പേ ഓഫ് യുവർ ബാലൻസ് വിത്തിൻ ദ ഗിവൺ പീരിയഡ്. നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് സൈക്കിളിനുള്ളിൽ തന്നെ കാർഡ് ബാലൻസ് അടച്ചു തീർക്കണം, അല്ലെങ്കിൽ ലേറ്റ് ചാർജസ് കൊടുക്കേണ്ടി വരും. ആദ്യമായി ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നവർ ബാലൻസ് അടച്ചു തീർക്കാൻ ഇൻട്രസ്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഗ്രേസ് പീരീഡ് സാധാരണ കൊടുക്കാറുണ്ട്. എന്നാൽ ഈ ഗ്രേസ് പീരീഡ് കഴിഞ്ഞതിന് ശേഷം ബാലൻസ് അടച്ചു തീർക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം ഡിലേ വരുത്തുന്നുവോ നിങ്ങൾ കൊടുക്കേണ്ട ലേറ്റ് ചാർജസും അത്ര തന്നെ ഉയർന്നതായിരിക്കും. പറഞ്ഞിരിക്കുന്ന സമയത്തിനുള്ളിൽ ബാലൻസ് അടച്ചു തീർക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും കൂടുന്നതാണ്. നമ്പർ 6, യൂസ് യുവർ ക്രെഡിറ്റ് കാർഡ് റെഗുലർലി. എമർജൻസി ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടിന്യൂസ് ആയി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചില്ലെങ്കിൽ അഡീഷണൽ ചാർജസ് ഉണ്ടാവുന്നതാണ്. ഇത് ഒഴിവാക്കാൻ എല്ലാ 1-2 മാസം കൂടുമ്പോഴും ചെറിയ പർച്ചേസുകൾക്കായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കൂടാതെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുന്നതിന് മുമ്പ് ബാലൻസ് അടച്ചു തീർക്കാനും മറക്കരുത്. നമ്പർ 7, നോ ദ കാർഡ് യൂസേജ് ആൻഡ് സേഫ്റ്റി ഫീച്ചേഴ്സ്. ഏത് സ്റ്റോറിലും, അതായത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യാം. ഇനി എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ATMൽ നിന്നും പണം വിഡ്രോ ചെയ്യാനും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. പക്ഷേ ട്രാൻസാക്ഷൻ ഫീ ഉണ്ടാവുമെന്ന് മാത്രം. അവസാനമായി മറ്റൊരു കാര്യം കൂടി, കാർഡ് ഉപയോഗിക്കുന്നവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുവിധം കാർഡുകളെല്ലാം സെക്യൂരിറ്റി ഫീച്ചേഴ്സുകളുമായാണ് വരുന്നത്. എല്ലാ ക്രെഡിറ്റ് കാർഡിലുമുള്ള ഒരു സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഫീച്ചറാണ് ചിപ്പ് പ്ലസ് പിൻ. ഇവിടെ ഒരു എംബഡഡ് ചിപ്പ് നിങ്ങളുടെ കാർഡിലുള്ള എല്ലാ ഡാറ്റയെയും എൻക്രിപ്റ്റ് ചെയ്യുന്നു. സിമ്പിളായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിലെ ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്നും ടാമ്പർ ചെയ്യുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു. യൂസറായ നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന ഒരു പിൻ വെച്ചാണ് കാർഡിലൂടെ നടക്കുന്ന ഏത് ട്രാൻസാക്ഷനും ഒതന്റിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ വെച്ചും എപ്പോൾ കാർഡ് ഉപയോഗിച്ചാലും നിങ്ങളുടെ ഡാറ്റ സേഫാണ്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നവരാണോ? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാറുണ്ടോ? താഴെ കമൻറ്റ് ചെയ്യൂ.